സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ജീവിതത്തോണിയിൽ അമരത്തേരിക്കുവാൻ ജീവന്റെ നാഥനാം യേശുവുണ്ടെങ്കിൽ ആഴിനോളങ്ങൾ സാരമില്ല, തീരത്തണച്ചിടും ആ നല്ല നാഥൻ. ആഴിനോളങ്ങൾ സാരമില്ല, തീരത്തണച്ചിടും ആ നല്ല നാഥൻ. കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കുകയും ഈ ചെറുവഞ്ചിയിൽ ആഴിമീതെ നാലാം യാമത്തിലും നടന്നിടും പ്രിയനിൻ അരികെ വരും. ആഴിമീതെ നാലാം യാമത്തിലും നടന്നിടും പ്രിയനിൻ അരികെ വരും. ഭാരങ്ങളേറിടും വേളയിൽ താണിടാതെ താങ്ങിടും കരങ്ങളിൽ. ഭാരങ്ങളേറിടും വേളയിൽ താണിടാതെ താങ്ങിടും കരങ്ങളിൽ. തുഴയും നേരം തുണയായി നിൽക്കും, തളരും കൈകളിൽ ബലം പകർന്നിടും. തുഴയും നേരം തുണയായി നിൽക്കും, തളരും കൈകളിൽ ബലം പകർന്നിടും. കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കുകയും ഈ ചെറുവഞ്ചിയിൽ ആഴിമീതെ നാലാം യാമത്തിലും നടന്നിടും പ്രിയനിൻ അരികെ വരും. ആഴിമീതെ നാലാം യാമത്തിലും നടന്നിടും പ്രിയനിൻ അരികെ വരും. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ മനോഹരമായ സമയം നമുക്ക് കർത്താവിൽ നൽകപ്പെട്ട ദയയെ കൃപയെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, അല്ലെ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ ഇന്ന് ലോകത്തെമ്പാടും പ്രസ്താവിക്കപ്പെടുകയും പ്രസംഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വ്യക്തി മാത്രമല്ല, അവിടുന്ന് ദൈവമാണ്. മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനാഥരെ പോലെ, ആശയറ്റവരെ പോലെ ഇന്ന് ലോകത്ത് ആളുകൾ കഴിഞ്ഞുകൂടുന്നത് ഒരു നിത്യ കാഴ്ചയാണ്. അനേക പ്രശ്നങ്ങളുടെ മുഖത്ത് പരിഹാരമില്ലാതെ, സഹായിക്കാൻ ആരുമില്ലാതെ, സ്വയം സഹായിക്കാനും ആവാതെ അനേകർ ഉഴലുന്ന ഈ ചിത്രത്തിന് മുമ്പിൽ കർത്താവിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സഹായം, ലഭ്യമാകുന്ന നന്മകളെക്കുറിച്ച് പറയുവാനായിട്ട് ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്.
ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സങ്കീർത്തനങ്ങൾ 136 എന്ന പുസ്തകത്തിൽ അതിലെ 23-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ് പറയുക: നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ 136-ാം സങ്കീർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഓരോ സെൻറ്റൻസ് എടുത്താലും അതിന് താഴെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ആ സങ്കീർത്തനം മുന്നോട്ട് പോകുന്നത്. സങ്കീർത്തനങ്ങളെക്കുറിച്ച് പൊതുവെ ആളുകൾ പറയുന്ന ഒരു പറച്ചിൽ ഇങ്ങനെയാണ്: പാവങ്ങളുടെ ബൈബിൾ എന്നാണ് ആ സങ്കീർത്തനങ്ങളെക്കുറിച്ച് പറയുന്നത്. അവിടെ വലിയ പാണ്ഡിത്യമോ പരിജ്ഞാനമോ ഇല്ലാത്ത വളരെ പ്രായമായിട്ടുള്ള അമ്മച്ചിമാർക്ക്, മുത്തശ്ശന്മാർക്കൊക്കെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ, ദൈവം ഭൂമിയിലേക്ക് വെച്ച രക്ഷിതാവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് അവർക്ക് സങ്കീർത്തനങ്ങളുടെ കഴിയുന്നുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന വേദനകൾ എന്താണ്? ഒരു പക്ഷേ നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ലാത്തതാകാം, പ്രായാധിക്യമാകാം, ഏകാന്തതയാകാം, ദാരിദ്ര്യമോ ദുരിതമോ സാമ്പത്തിക പ്രതിസന്ധികളോ ആകാം, അല്ലെങ്കിൽ വലിയ ശത്രുക്കൾ ഞെരുക്കുന്നതാകാം. പക്ഷേ ഈ ഏതവസ്ഥയിലും നിങ്ങളെ ഉളവാക്കിയ, നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ മുതൽ നിങ്ങളുടെ ദൈവമായി കരങ്ങൾ വഹിക്കുന്ന ഈ ദൈവത്തിന് നിങ്ങളെ സഹായിക്കാനായിട്ട് കഴിയുമെന്നുള്ള സംശയമൊന്നുമില്ല. ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്നൊരു കാര്യം, അത് 23-ാം വാക്യത്തിൽ പറയുന്ന കാര്യം, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ താഴ്ചകളുണ്ട്, വീഴ്ചകളുണ്ട്, സങ്കടങ്ങളുണ്ട്. പക്ഷേ ആരും ഓർക്കാനില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. സഹായിക്കാൻ ഒരുവനുണ്ട്. നിങ്ങളെ ഉളവാക്കിയ, അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാക്കിയ, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ പദ്ധതി തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പിതാവായിട്ട് ഈ ദൈവമുണ്ട്. പഴയ നിയമത്തിൽ യഹോവയെന്ന് വെളിപ്പെട്ട് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തു എന്ന വെളിപ്പാടായി മാനവരാശിയുടെ 33 വർഷക്കാലം സഞ്ചരിച്ച് തൻ്റെ വിലയേറിയ ജീവിതം മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരയാഗമായി അർപ്പിച്ച ഈ യേശുക്രിസ്തു സഹായിപ്പാനായിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇവിടെ നമുക്കറിയാം, ഈ ഇസ്രായേൽ കടന്നുപോയ തങ്ങളുടെ ജീവിത പാതകളിൽ തങ്ങൾ കടന്നുപോയ ഓരോ സാഹചര്യങ്ങളെയും വിവരിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് പറയുന്നത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ എന്നാണ്. എന്താണ് നിങ്ങളുടെ താഴ്ച? ഞാൻ നിങ്ങളെ മുമ്പ് ഓർപ്പിച്ച പോലെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളെ സഹായിപ്പാൻ ഈ ദൈവം 3 നിലയിൽ സഹായിപ്പാൻ മതിയായവനാണ് എന്നാണ് ഈ സങ്കീർത്തനം പറയുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതായ ഒരു കാര്യം ഇങ്ങനെയാണ്: ഈ ദൈവം നല്ലവനാണ്. ഈ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, ഗോഡ് ഈസ് ഗുഡ്. ഒരു നല്ല ദൈവത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. 10 വാക്യങ്ങളിൽ ഈ ദൈവം നല്ലവനാണ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ എല്ലാ എൻവയൺമെൻറ്റ്സും, എല്ലാ സാഹചര്യങ്ങളും ഉളവാക്കിയ ഒരു ദൈവമാണ് ഈ ദൈവം എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്കറിയാം, പ്രപഞ്ചം, പ്രകൃതി, ഇന്ന് കാണുന്ന സകല പ്രതിഭാസങ്ങൾ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഇന്ന് കാണുന്ന മഞ്ഞ്, മഴ, അതുപോലെ വെയില്, അതുപോലെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, താരാപഥങ്ങൾ, നദികൾ, ഈ മനോഹരമായ സംവിധാനങ്ങളെല്ലാം ഒരു മനുഷ്യനെ ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കിയതെന്ന് വേദപുസ്തകം പറയുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും, 6 ദിവസം എല്ലാ ക്രമീകരണങ്ങളും, ആകാശവും ഭൂമിയും അതിലുള്ള സകലതും സൃഷ്ടിച്ച ശേഷം 6ാമത്തെ ദിവസമാണ് മനുഷ്യനെ ഉളവാക്കിയത് എന്ന് വേദപുസ്തകം പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവം ഒരു സ്ഥലത്താക്കിയിരിക്കുന്ന ഈ സ്പേസിൽ, ടൈമിൽ, ഈ ലോകത്തൊരു കോണിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത്, ഈ പ്രകൃതി നിലകൊള്ളുന്നത്, ഈ പ്രതിഭാസങ്ങൾ, പ്രാകൃതിക പ്രതിഭാസങ്ങൾ നിലകൊള്ളുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയപ്പെടേണ്ട എന്ന് ഏതാണ്ട് 360 പ്രാവശ്യം ആവർത്തിച്ച് നിങ്ങളോട് കൽപ്പിക്കുന്ന, സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. ഇവിടെ ദൈവം നല്ലവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഈ ദൈവം നല്ലവനായിരിക്കും? നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ, നിങ്ങളുടെ വേദന ഘട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്തവനാണ്. നമുക്കറിയാം, ഉടമ്പടി എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യവർഗം പരാജയതരായി തീർന്നു ദൈവസന്നിധിയിൽ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദം ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത് ദൈവവുമായുള്ള കൂട്ടായ്മയും സഹിത്വവും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനെ ആ നിലയിൽ മരണത്തിലേക്ക് വിടാതെ, നിത്യമരണത്തിലേക്ക് വിടാതെ ദൈവം പിന്നാലെ ചെന്ന് അവനുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും, അവൻ അവൻ്റെ കുതികാൽ തകർക്കുമെന്ന് ഉൽപ്പത്തി 3:15 വാക്യത്തിലൂടെ പ്രസ്താവിച്ചുകൊണ്ട് ഒരു നിത്യ സുവിശേഷം, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടുന്ന സകല സംവിധാനങ്ങളും അടങ്ങുന്ന ഒരു പാക്കേജായിട്ടുള്ള സുവിശേഷം പ്രഖ്യാപിച്ച ദൈവം അവനെ ഉൽപ്പത്തി 3:21 വരുമ്പോൾ
അവനെ ഒരു തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവനെ ധരിപ്പിച്ചു എന്ന് കാണുകയാണ്. പിന്നീട് കാണുന്നൊരു കാര്യം, ആ ഉടുപ്പുണ്ടാക്കി ധരിപ്പിച്ചെടുത്ത് നിൽക്കുന്നില്ല. പിന്നീട് അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റി. കാരണം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട, ദൈവിക കാര്യപരിപാടിയിൽ നിന്ന് തൽക്കാലം പുറത്തായി പോയ മനുഷ്യന് വേണ്ടി ദൈവം ഏദൻ പർദീസ അടച്ചു എന്നുള്ളത് പോലും നന്മയാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സങ്കടങ്ങൾ, നമ്മളെ ചില സാഹചര്യങ്ങൾ, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ഏദനുകൾ അടയുന്ന അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഞാനിവിടെ പറയുന്നു, ദൈവം നല്ലവനാണ്, ഉടമ്പടി ചെയ്ത ദൈവമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകമെന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെപ്പോലെ ഓരോരുത്തരെയും സ്നേഹിച്ച ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് ഈ പുസ്തകം പറയുന്നു. ഈ ദൈവം ഉടമ്പടി ചെയ്തവനാണ്. നല്ലവൻ എന്ന് പറയുമ്പോൾ ഒന്നാമത് ഉടമ്പടി ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഉന്നതനായി നിലകൊള്ളുന്ന ഒരു ദൈവമാണ്. ഈ വാക്യങ്ങളിലേക്കുള്ള വായിക്കുമ്പോൾ പറയുന്നത്, ഈ ദൈവം ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്ത ദൈവമാണ്. ആകാശത്തെയും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഉണ്ടാക്കിയ ദൈവം എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു. സകല ദേവന്മാരെക്കാൾ ഉന്നതനായി എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്ന സർവാധികാരിയും സർവജ്ഞാനിയും സർവശക്തനും സർവ്വവ്യാപിയുമായ ദൈവമാണ്. ഈ ദൈവം ഉന്നതനായി വിരാജിക്കുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ശത്രുത്വങ്ങൾ, നിങ്ങളെ സങ്കടപ്പെടുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, സാഹചര്യങ്ങൾ, അതിന് മേളിൽ ഉന്നതനാണ്. നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ വലിയവനാണ് നിങ്ങളുടെ കർത്താവ്. നിങ്ങളെ സഹായിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിങ്ങളെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാത് മന്ദീഭവിച്ചിട്ടുമില്ല. നിങ്ങളുടെ പാപം എത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന യെശയ്യാ പ്രവചനത്തിൽ അതിൻ്റെ 51-ാം അധ്യായത്തിൻ്റെ ആദ്യവാക്യങ്ങളിൽ ഈ കാര്യം പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നല്ലവനായ ദൈവം ഉടമ്പടി ചെയ്ത ദൈവമാണ്. ഏകപക്ഷീയമായി ചെയ്ത ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിലെ ന്യൂ ടെസ്റ്റാമെൻറ്റ്, ഈ ടെസ്റ്റാമെൻ്റ് എന്ന് പറയുന്ന വാക്ക് വാസ്തവത്തിലൊരു ലാറ്റിൻ വാക്കാണ്. അത് ഏകപക്ഷീയമായ ഒരു ഉടമ്പടിയാണ് കാണിക്കുന്നത്. അവിടെ നമുക്കൊന്നും ചെയ്യുവാനില്ല. ആ ഉടമ്പടിയുടെ ഭാഗത്ത്, പ്രവൃത്തിപഥത്തിൽ നമുക്ക് ആ ഉടമ്പടി ഏറ്റെടുത്ത് സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ്. എല്ലാ ക്രമീകരണങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ദൈവം, നിങ്ങൾ ഉടമ്പടി ചെയ്തു. അതുപോലെ ഈ ദൈവം ഉന്നതനാണ്. നിങ്ങളുടെ സകല സാഹചര്യങ്ങളെക്കാളും ആവശ്യങ്ങളെക്കാളും അത് വിശ്വസിക്കണം. ഈ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അതുപോലെ നമുക്കറിയാം, എല്ലാം ഉളവാക്കി തരുന്നവനാണ്. എന്താണ് ദൈവം ഉളവാക്കി തരുന്നത്? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. നമുക്ക് ആഹാരം ആവശ്യമുണ്ട്, വസ്ത്രം ആവശ്യമുണ്ട്, നമുക്ക് വെള്ളം ആവശ്യമുണ്ട്, നമുക്ക് വായു ആവശ്യമുണ്ട്. നോക്കുക, പ്രാഥമികമായിട്ട് ഗണിക്കേണ്ട ഈ ആവശ്യങ്ങളെ നാം പലപ്പോഴും ദുഃഖകരമെന്ന് പറയട്ടെ പരിഗണിക്കാറില്ല. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി സകലത ഉളവാക്കുന്നു. അത് ഏത് സമ്പന്നനും ഏത് ഉന്നതനും അതുപോലെ ഏത് ദരിദ്രനും ഏത് എളിയവനും ഏഴയ്ക്കും ഈ ആവശ്യങ്ങൾ ഒരുപോലെയാണ്. എല്ലാവരും വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിക്കുന്നു, ശാരീരിക പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം വെള്ളങ്ങളെ ഉളവാക്കി, വെള്ളത്തെ ഉളവാക്കി. എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് ഓക്സിജൻ. ഏറ്റവും വലിയ ധനികനും ഏറ്റവും പരമദരിദ്രനും ഓക്സിജനാണ് പ്രാഥമികമായിട്ട് ആവശ്യമുള്ള വസ്തു. നിങ്ങൾക്ക് വേണ്ടി സമൃദ്ധമായി ശ്വാസവായു, അതായത് ഓക്സിജൻ ഉളവാക്കിയിരിക്കുന്നത്, എല്ലാം ഉളവാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ ബലം ഉളവാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങൾ ദൈവം നിയമിച്ചിരിക്കുകയാണ്. നിങ്ങളെ ഒരു കുടുംബത്തിലാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് തത്സമയങ്ങളിൽ മക്കളെ നൽകുകയാണ്. നിങ്ങളുടെ ഉപജീവനത്തിനുള്ളതെല്ലാം ഉളവാക്കുന്ന ദൈവമാണ്. ഈ നല്ല ദൈവമാണ് ഈ ദൈവം എന്ന് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സങ്കടങ്ങളിൽ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. ഈ ദൈവം നല്ലവനാണ്. ഈ ദൈവം ഏറ്റവും നല്ലവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ലവനായിരിക്കുമ്പോൾ തന്നെ ഈ ദൈവം നടത്തുന്ന ദൈവമാണ്. നമുക്ക് ഏതാണ്ട് 10-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് ഈ നടത്തുന്നതിനെക്കുറിച്ച് ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന, മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവനെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവനെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ബലമുള്ള കൈകൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നോക്കുക, ചെങ്കടലിനെ പിളർന്നവനെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഈ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് അനുദിനമായിട്ടുള്ള നടത്തിപ്പാണ്. പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നടക്കുന്നത് നമ്മൾ സ്വയം നടക്കുന്നതാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരിക്കൽ പോലും നമ്മളങ്ങനെ ചിന്തിച്ചുകൂടാ. ദൈവം നടത്തുന്നില്ല എങ്കിൽ, ദൈവം വലങ്കരം പിടിച്ചിട്ടില്ല എങ്കിൽ ഒരു ഇഞ്ച് നടക്കാനായിട്ട് കഴിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ആളുകളെ കുഴഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കാര്യം? അതേ മസിൽ, അതേ ശരീരം, അതേ തൂക്കം, അതേ ആക്കം, നോട്ടത്തിൽ അതേ ഭാവം, പക്ഷേ കാലുകൾ കുഴഞ്ഞുപോയി. ചില ആളുകൾ ഇടറി വീഴുന്ന, അതിബലവാന്മാർ ഇടറി വീഴുന്ന ഞാൻ കണ്ടു. കർത്താവ് നടത്തുകയാണ്. നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ പറയുന്നു, മിസ്രയീമിൽ, അതായത് ഈജിപ്തിൽ 400 വർഷം അടിമകളായിരുന്നു. ദുഃഖിതരായി വേദനയോടെ അടിമപ്പണി ചെയ്ത് വിറങ്ങലിച്ച് ചമ്മട്ടിയാൽ അടിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ട് കഷ്ടവും കണ്ണീരുമായി കഴിഞ്ഞ ആ ജനതയെ ദൈവം ഓർത്തു. തക്ക സമയത്ത് അവരെ അവിടുന്ന് പുറപ്പെടുവിക്കുവാനായി മോശയെ ദൈവം ഉപയോഗിക്കുന്ന ചിത്രമാണ് ഈ 10-ാം വാക്യം മുതൽ പറയുന്നത്.
അതെ നീട്ടിയ ഭുജം കൊണ്ടും അത്യന്തം ശക്തി കൊണ്ടും അതെ ഈ ജനത്തെ നടത്തിയ ദൈവമാണ്. ഈ ദൈവം മിസ്രൈമിൽ നിന്ന് നടത്തി എങ്ങോട്ടാണ് കൊണ്ടുപോയേ? നമുക്കറിയാം, തങ്ങൾക്ക് പരിചയമില്ലാത്ത വഴിയിലൂടെ മരുഭൂമിയിലൂടെ അവരെ കാനാൻ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോയി. ഞാനിത് പറയുന്നതിന് കാരണം, ഇസ്രായേലിന് എന്ത് സംഭവിച്ചു? ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നടത്തിപ്പ് കാണും. നാം ഒരു മിനി ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും അവരെ കോർപ്പറേറ്റ് നിലവാരത്തിലാണ് വിളിച്ചിരിക്കുന്നത്, അവരെ ഒരു കൂട്ടമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളെ വ്യക്തികളായിട്ടാണ് പുതിയ നിയമത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് സ്ഥാപിച്ച ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചപ്പോൾ നമ്മളെ പേഴ്സണലായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അവിടെ വരുമ്പോൾ ലോകത്തെ എന്നാണ്, ഏവനും ലോകവും സർവ്വലോകത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു പാവപരിഹാരയാഗമായി തീർന്നു എന്നുള്ള മഹനീയമായ സന്ദേശം ഞാൻ ഈ സമയത്ത് തന്നെ കേൾക്കുന്ന എല്ലാവരെയും ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ വിശ്വസിക്കുന്നതിന് മാത്രമേ ഗുണമുള്ളൂ. ഇങ്ങനെ പറയാറുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ സംബന്ധിച്ച് പറയുന്നത് സഫിഷ്യൻറ്റ് ഫോർ ഓൾ ബട്ട് എഫിഷ്യൻറ്റ് ഫോർ സം. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. എല്ലാവർക്കും പര്യാപ്തമാണ്. എല്ലാവർക്കും ആവശ്യമായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ കർത്താവ് നിറവേറ്റിയിട്ടുണ്ടെങ്കിലും വിശ്വസിക്കുന്നവർക്കാണ് അനുഗ്രഹം. ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു നല്ലവൻ മാത്രമല്ല നടത്തുന്നവനാണ് എന്ന് ഞാൻ പറഞ്ഞു. ചെങ്കടൽ പിളർന്ന് മിസ്രൈമിലെ 10 ബാധകളിലൂടെ മിസ്രൈമിലെ അത്യുഗ്ര ഭരണാധികാരിയായ ഫറവോനെ വിറപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ വിറങ്ങലിപ്പിച്ചുകൊണ്ട് അതെ ഈ ജനം കൂട്ടമായി മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. ദൈവം പുറപ്പെടുവിച്ചു. അതെ ദൈവമുണ്ടായിരുന്നു മുമ്പിൽ മുൻപടയായും പിന്നിൽ പിൻപടയായും. അതെ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്. അതെ ഏതാവശ്യത്തിലും സഹായം നൽകി എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും സഹായിക്കപ്പെട്ടവരാണ് നാം എന്ന കാര്യം മറക്കരുത്. ഇസ്രായേലിനെ പോലെ നമ്മെ ദൈവം ഈ ആയുസിൽ, ഈ ഭൂമിയിൽ, ഈ ഭൂമിയാകുന്ന അനേക പ്രയാസ പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വരൾച്ച, മരുഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് പാമ്പുകളും തേളുകളും അഗ്നിസർപ്പങ്ങളും കൂരിരുട്ടും കുഴികളുമുള്ള മരുഭൂമി, ചൂടും വേദനയും ദാഹവുമുള്ള മരുഭൂമിയിൽ നടത്തുമ്പോൾ മരുവിൽ ഈ ദൈവം അധിപതിയാണ്. നിങ്ങളെ നടത്തുവാൻ ഈ ദൈവം മതിയായവനാണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇവിടെയും ഞാൻ ഓർക്കുകയാണ്, താഴ്ചയിൽ ഓർത്തവന് എന്ന വാക്യമാണ് നമ്മൾ തുടങ്ങിയത്. 23-ാമത്തെ വാക്യം. എന്താണ് താഴ്ച? അത് ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ താഴ്ന്ന പ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എണ്ണത്തിൽ പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ എണ്ണത്തിൽ കുറവല്ലോ ഉണ്ടായിരുന്നത്, തീരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും നമ്മുടെ സംഖ്യാബലത്തെക്കുറിച്ചും ശാരീരിക ബലത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ താഴ്ച പ്രകൃതിയെക്കുറിച്ച് ദൈവം പറയുകയാണ്. വീണ്ടും അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി നിമിത്തമല്ല, നിങ്ങളുടെ ഹൃദയപരമാർത്ഥ നിമിത്തമല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെ, അവിടെയുള്ള ജാതികളുടെ ദുഷ്ടത നിമിത്തമാണ്. മാത്രമല്ല നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി വാഗ്ദത്ത നിമിത്തമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. നിങ്ങളെയും എന്നെയും ദൈവം തിരഞ്ഞെടുത്തത് നമ്മുടെ ശ്രേഷ്ഠത കണ്ടല്ല, നമ്മുടെ കുലമഹിമ കണ്ടിട്ടല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, നമ്മുടെ ഫാമിലിയുടെ സ്റ്റാറ്റസ് കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രകൃതി താഴ്ന്നതാണ്. നമുക്ക് നന്മയില്ല എന്ന് പറയുന്നു. അതെ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമല്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തെ ശ്രേഷ്ഠപ്പെടുത്തിയവരാണ് എന്ന് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, താഴ്ചയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ. ഇവിടെ ഈ ജനം അവസാനം പറയുകയാണ്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. നമ്മുടെ പ്രകൃതി വളരെ താഴ്ന്നതാണ്. നമുക്കറിയാം, എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം ഞാനിപ്പോൾ ഒന്ന് വായിക്കാം. അത് വായിക്കുമ്പോൾ താഴ്ചയുടെ പരമകാഷ്ഠ, അതിൻ്റെ ക്ലൈമാക്സ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു, എസെക്കിയേൽ 16-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടാകുന്ന മനുഷ്യപുത്ര, നീ യെരൂശലേമിനോട് അതിൻ്റെ മ്ലേച്ഛതകളെ അറിയിച്ച് പറയേണ്ടത്. യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കാനാൻ ദേശത്താവുന്നു. നിന്റെ അപ്പൻ അമോര്യനും അമ്മ ഹിത്യസ്ത്രീയും അത്രേ. നിന്റെ ജനന വസ്തുതയോ, ജനിച്ച നാളിൽ നിന്റെ പൊക്കൽ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയിട്ടില്ല, ഉപ്പ് തേച്ചിട്ടില്ല, തുണി ചുറ്റിയതുമില്ല. നിന്നോട് മനസ്സിലോ തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിന് നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയതുകൊണ്ട് നിന്നെ വെളിമ്പ്രദേശിട്ട് കളഞ്ഞു. എന്നാൽ ഞാൻ നിന്റെ സമൂഹത്തോടെ കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട്, നീ രക്തത്തിൽ കിടക്കുന്നു, എങ്കിലും ജീവിക്ക എന്ന് കൽപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ജെറുസലേമിനോട് പറയാനാണ് പ്രവാചകനോട് പറയുന്നത്. ഞാൻ നിങ്ങളോട് ആദരവോടെ പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും സ്ഥിതി ഇതായിരുന്നു, ഇതാണോ, ഇതാകുന്നു. നോക്കുക, നമ്മൾ വിജാതീയ പാരമ്പര്യത്തിലുള്ളവരാണ്. ഒരു ഹിദ്യ സ്ത്രീക്ക്, ഒരു അമോര്യ പുരുഷനുണ്ടായ ജാതികളാണ്. ദൈവത്താൽ വെറുക്കപ്പെട്ട, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആളുകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനിച്ച നാളിൽ രക്തത്തിൽ കിടന്നുരുളുകയാണ്. അതെ, ജനിച്ച നാളിൽ പൊക്കൾ മുറിച്ചിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല,
ഉപ്പ് തേച്ചിട്ടില്ല, കഴുകി വെടിപ്പാക്കിയിട്ടില്ല, തുണി ചുറ്റിയിട്ടില്ല, ചോരയിൽ കിടന്നുരുളുന്നു. ജനിച്ച നാളിൽ ജനിപ്പിച്ചവർക്ക് നിന്നോട് വെറുപ്പ് തോന്നി, നിന്നെ എറിഞ്ഞു കളഞ്ഞു. നീ എറിഞ്ഞ് രക്തത്തിൽ കിടന്ന് ഉരുളുന്ന സ്ഥലത്തു നിന്ന് നിന്നെ ഞാൻ കണ്ടു. നീ രക്തത്തിൽ കിടന്ന് ഉരുളുന്നവനെങ്കിലും നീ ജീവിക്കാൻ ഞാൻ കൽപ്പിച്ചു. എന്നോടും നിങ്ങളോടും ഇന്ന് സുവിശേഷം പറയുന്നു, നിങ്ങൾ എണ്ണത്തിൽ പെരുപ്പമുള്ളവരല്ല, നിങ്ങൾക്ക് നീതിയോ നന്മയോ ഉണ്ടായിട്ടല്ല തിരഞ്ഞെടുത്തത്, വാഗ്ദത്ത പ്രകാരമാണ്. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി. അതെ, ഗലാത്യ ലേഖനം 3:14 പറയുന്നു, അതെ, അബ്രഹാമിൻ്റെ ഉടമ്പടി, അബ്രഹാമിൻ്റെ വാഗ്ദത്തം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ നമ്മുടെ ഈ താഴ്മ സംബന്ധിച്ചുകൊണ്ട്, നമ്മുടെ പ്രകൃതി സംബന്ധിച്ചുകൊണ്ട്, നമ്മുടെ സങ്കടങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ ഈ താഴ്മയാണ്. കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നീ വരുമോ? ഇങ്ങനെ വരുമെങ്കിൽ ഈ ദൈവം, അതെ, നമ്മൾ കാണുകയാണ്, നല്ലവനാണ്, അതുപോലെ നടത്തുന്നവനാണ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, നൽകുന്നവനാണ്. മൂന്നാമത്തെ ദൈവത്തിൻ്റെ നന്മ ഈ സങ്കീർത്തനം പറയുന്നത് നൽകുന്നവനാണ്. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്ന ഈ വാക്യം എന്നെ ഏറ്റവും ബൈബിളിൽ ആകർഷിച്ചിട്ടുള്ള വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. നൽകുവാൻ. ഒരു മനുഷ്യൻ്റെ സമ്പത്ത് തരും, ഒരു മനുഷ്യൻ തൻ്റെ ജീവൻ വരെ തരും. പക്ഷേ തനിക്കൊരു ഏകജാതൻ, ഒരു മകനെ ഉള്ളെങ്കിൽ ആ മകനെ കൊടുക്കുന്ന ഏത് പിതാവ്, ഏത് മാതാവുണ്ട് നിങ്ങളിൽ? പക്ഷേ ഈ ലോകത്ത് തൻ്റെ ഏകജാതനായ പുത്രനെ ശത്രുക്കൾക്ക് വേണ്ടി നൽകുവാൻ പ്രസാദിച്ച ഒരേ ഒരു വ്യക്തി സ്വർഗത്തിലെ ദൈവമാണ്, സ്വർഗത്തിലെ പിതാവായ ദൈവമാണ്. ആ പുത്രനെ ആദരിയാതെ അവനെ മരക്കുരിശിലേക്ക് അയച്ച് നിങ്ങളുടെ പാപങ്ങളെയും താഴ്ന്ന പ്രകൃതിയെയും നിങ്ങളുടെ താഴ്ചയെ അവൻ്റെ മേൽ ആരോപിച്ച് നിങ്ങളുടെ എല്ലാ ബലഹീനതകളെയും അവൻ്റെ മേൽ ചുമത്തി നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിച്ചു പോരേണ്ടതിന് ദൈവത്തിൻ്റെ ഒരു പ്രമാണമുണ്ട്. അതിനെ ന്യായപ്രമാണമെന്ന് പറയുന്നു. ആ ന്യായപ്രമാണം അനുസരിക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ കഴിവില്ല. ന്യായപ്രമാണ പ്രകാരം ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ലല്ലോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ന്യായപ്രമാണം അനുസരിപ്പാൻ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ നിങ്ങളുടെ എൻ്റെ പാപനിമിത്തം കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. നിങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്ന നിമിഷം വരെ നിങ്ങൾക്ക് വേണ്ടി നീതിയുള്ളൊരു ജീവിതം അവൻ ജീവിച്ചു. അതെ, കാലിത്തൊഴുത്ത് മുതൽ കാൽവരിയുള്ള ജീവിതം. യേശു നമ്മളെ നീതീകരിക്കാനായി നീതിവസ്ത്രമായി തൻ്റെ ജീവിതം നമ്മളെ പുതുപ്പിക്കുകയും തൻ്റെ മരണം നമ്മുടെ പാപങ്ങളുടെ പെനാൽറ്റിയായിട്ട് കണക്കിടുകയും ചെയ്യുന്നു. ഈ ദൈവത്തിലേക്ക് വരുവാൻ വിശ്വാസത്താൽ ദൈവം ദാനമായി നൽകിയ തൻ്റെ ഏകജാതനായ പുത്രൻ മരിച്ച് മൺമറഞ്ഞവനല്ല, മരിച്ചടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജയാശ്രീലാളിതനായി സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായി ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് വിശ്വസിക്കുന്നവരുടെ പ്രാണനെ തൻ്റെ പൊന്നുപോലെ നിധി പോലെ ഉപനദിയായി സൂക്ഷിച്ചുകൊണ്ട് ഉയരങ്ങൾ വസിക്കുന്ന യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഈ താഴ്ചയുള്ള പ്രകൃതി, ഞാൻ അയ്യോ കർത്താവേ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഇച്ഛിക്ക് നന്മ ചെയ്യാൻ കഴിയാത്തവൻ, ഇച്ഛിക്കാത്ത തിന്മയ്ക്ക് വശംബദ്ധനായവൻ, ഒരു നന്മയും എനിക്ക് പറവാനില്ല, എന്നെ സഹായിക്കണം, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ ആപത്തുകളിൽ എന്നെ സഹായിക്കാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ താഴ്ചയിൽ അവനോട് നിലവിളിച്ചുകൊണ്ട് അവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമോ? അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് പാർത്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി, പരിഹാരമായി, നിങ്ങൾക്ക് നിത്യജീവനായി, നിത്യത വാഗ്ദത്ത വിഷയമായി യേശുക്രിസ്തു തീരും. അതിനായിട്ട് വിശ്വാസത്താൽ അവനെ സ്വീകരിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. രാവേറെ വീശിയൻ വലയുമായി ക്ലേശമേറി നിന്നിടും നിരാശയിൽ, രാവേറെ വീശിയൻ വലയുമായി ക്ലേശമേറി നിന്നിടും നിരാശയിൽ, പുലരും നേരം പെരുമീനുകളാൽ മലകൾ നിറയ്ക്കാൻ യേശു വന്നിടും. പുലരും നേരം പെരുമീനുകളാൽ മലകൾ നിറയ്ക്കാൻ യേശു വന്നിടും. ജീവിതത്തോണിയിൽ അമരത്തിരിക്കുവാൻ ജീവന്റെ നാഥനാം യേശുവുണ്ടെങ്കിൽ ആഴിയിനോളങ്ങൾ സാരമില്ല, തീരത്തണച്ചിടും ആ നല്ല നാഥൻ. ആഴിയിനോളങ്ങൾ സാരമില്ല, തീരത്തണച്ചിടും ആ നല്ല നാഥൻ. കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കുകയും ഈ ചെറുവൻ
നാം സന്ദേശത്തിലൂടെ കേട്ടതുപോലെ ആശയറ്റവരായി പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, രോഗക്കിടക്കയിൽ കിടക്കുന്നവർ, ശത്രുക്കളാൽ പ്രയാസപ്പെടുന്നവർ, അങ്ങനെ എത്രയോ പേരാണ് ഈ സന്ദേശം കേട്ടിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നിങ്ങളെ സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് യേശുക്രിസ്തു ഉണ്ട് എന്നുള്ള ആ യാഥാർത്ഥ്യമാണ്, ആ സത്യമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ സ്നാപയോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. നാം മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായി നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ മരിക്കുകയുണ്ടായി. ആ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് സ്വർഗത്തിൽ പോകുവാനായിട്ട് സാധിക്കുന്നത്, സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ സ്വർഗരാജ്യം അവകാശമാക്കിയിട്ടുള്ളവർക്ക് അവരുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ സന്തോഷം കണ്ടെത്തുവാനായിട്ട് നമുക്കേവർക്കും ദൈവം ധാരാളമായിട്ട് കൃപ ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, സമാധാനമില്ലാതെ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും നടന്നവരായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. എന്നാൽ അവിടെ ഞങ്ങളെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. അവിടുന്ന് നല്ല ഇടയനാണ്. നല്ല ഇടയൻ ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു കൊടുത്തു. അവിടുന്ന് പാപമില്ലാതെ ഈ ലോകത്ത് ജീവിച്ചു, നീതിമാനായി നിഷ്കളങ്കനായി ജീവിച്ചു. എന്നാൽ പാപിയും ദോഷിയുമായിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ട് തോർത്ത് സ്തോത്രം. എല്ലാ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. അതോടൊപ്പം ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുന്നതിനായി സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ.